ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. അപ്പള ചെയ്തു, പൊട്ടിച്ചു, പടക്കം പൊട്ടിച്ചു. 12 മണിക്ക്. ഗുഡ് മോർണിംഗ്. Good morning, teacher. Good morning, teacher. Yes. Silent prayer. Yes. Okay. Della. First law of thermodynamics in equation പറഞ്ഞേ. First law of thermodynamics. ഉത്തരം പറഞ്ഞു കേട്ടോ, ന്യൂ ഇയർ ആണ്. പഠിച്ചില്ല ടീച്ചർ. അടിപൊളി. അതെന്താണ്? ന്യൂ ഇയർ ആഘോഷിച്ചോണ്ടിരിക്കുന്നു ആണോടല്ല? ആണോ? ഇന്നലെ തൊട്ട് ന്യൂ ഇയർ ആഘോഷിക്കരുത്. ഇന്നലെ രാവിലെ തൊട്ട്. ആണോ? അല്ല. പിന്നെ പഠിച്ചില്ല. ഹരിഗോ എന്ത് പറഞ്ഞേ? അദീന പറഞ്ഞേ? ഞാനും പഠിച്ചില്ല. അൽവാൻ പറഞ്ഞേ? Delta U equal to Q plus W. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എന്താ ക്യൂ? തമന്ന ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യൂ. അഞ്ജന, what is Q? അഞ്ജന, what is Q? അഞ്ജന പഠിച്ചില്ല. സോജു ഹീറ്റ്. നന്ദന ഡബ്ല്യു എന്നതാ? വർക്ക്. യെസ്. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു കാര്യം മാത്രമേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. വർക്ക് ഫോർ റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് വർക്ക് ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്. അത് പറഞ്ഞേ, വർക്ക് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സിബിൾ പ്രോസസ് എന്താ ഇക്വേഷൻ? വർക്ക് റിവേഴ്സിബിൾ. ടീച്ചർ ഒന്നുകൂടി പറയോ? വർക്ക് റിവേഴ്സിബിളിന്റെ ഇക്വേഷൻ എന്താണ്? ഹൗ ടു കാൽക്കുലേറ്റ് വർക്ക് റിവേഴ്സിബിൾ. വർക്ക് റിവേഴ്സിബിൾ ആണ് കേട്ടോ ചോദിച്ചത്. വർക്ക് റിവേഴ്സിബിൾ വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ടീച്ചർ വർക്ക് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു ആണ്. അല്ലല്ലോ. കാൽവിൻ, വർക്ക് റിവേഴ്സിബിൾ -2 into 0.30 ആണോ? -2.30 NRT log മറ്റേ VF by VI. 2.303 NRT log VF divided by VI. Okay. Then work irreversible എന്താ ഇർഷാൻ? irreversible working equation. -px delta V. -p external into delta V. Delta V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാ? What is delta V? Change in volume. Change in volume. How to calculate change in volume? Nasra.
delta V equal to Q into V. Q into U. Change in volume. Q into U. No. Fatimata. Fatimata. Delta V equal to QV. Alifa. ക്വസ്റ്റ്യൻ കേട്ടില്ല. Delta V കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഡെൽറ്റ വി. Delta V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ അലീഫ? Delta V. വോളിയത്തിന്റെ ചേഞ്ച്. നമ്മൾ സാധാരണ ഏതൊരു റിയാക്ഷൻ നടന്നാലും എങ്ങനെയാ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വോളിയം കുറഞ്ഞോ കൂടിയോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ കൂടിയ വോളിയം കുറയും. പ്രഷർ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു, എങ്ങനെയാ നമ്മൾ വോളിയത്തിന്റെ ചേഞ്ച് കണ്ടുപിടിക്കുന്നത്? അലീഫയുടെ കയ്യില് 1 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫൈനലിൽ നിന്നും ഇനീഷ്യൽ കുറയ്ക്കുക. VF മൈനസ് VI ചെയ്താൽ ചേഞ്ച് ഇൻ വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ U is equal to Q plus W. Then work irreversible minus P external into delta V. Delta V എങ്ങനെ കണ്ടുപിടിക്കുക? V final minus V initial. Then work reversible minus 2.303 nRT log VF divided by VI. Okay. നിങ്ങൾ ഏത് ഇക്വേഷനാ വർക്കിന്റെ റിവേഴ്സിബിളിന്റെ ഇക്വേഷൻ നിങ്ങൾ ഏതാ എഴുതിയെന്നൊന്ന് വായിച്ച് ദേവിക. minus 2.303 nRT log VF divided by VI എന്നാണോ എഴുതിയത്? Yes. Okay. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 166 പ്രോബ്ലം 6.2 എടുക്കുക. അതിന്റെ മുകളില് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. നിങ്ങൾ ആ ഇക്വേഷൻ പെട്ടെന്ന് നോക്കുമ്പോഴേ ആ സെക്കൻഡ് ഇക്വേഷൻ പേജ് നമ്പർ 166 സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കേ. പ്രോബ്ലം 6.2ന്റെ മുകളില് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് മൈനസ് കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതെവിടെ പോയതാ? വർക്കിന്റെ ഇക്വേഷൻ minus 2.303 അപ്പൊ വർക്ക് മൈനസ് ആവുമ്പോ ഇതിന്റെ വാല്യൂ എന്താകും? പോസിറ്റീവ് ആകും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നോക്കിക്കോളൂ ആ ഇക്വേഷൻ. അത് എന്താ അവിടെ? പ്ലസ് 2.303 വന്നേ, അന്നേരം അവിടെ കൊടുത്തിരിക്കുന്ന -W ആ. വർക്ക് റിവേഴ്സിബിൾ എന്ന് പറയുന്നത് minus 2.303 nRT ലോഗ് VF ഡിവൈഡഡ് ബൈ VI ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ വർക്ക് എന്താവും? നെഗറ്റീവ്. മൈനസ് വർക്ക് റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു 2.303 nRT ലോഗ് VF ഡിവൈഡഡ് ബൈ VI. ഓക്കെ, പെട്ടെന്ന് നോക്കുമ്പോഴേ ആ പ്ലസ് ആ വന്ന ടീച്ചർ മൈനസ് ആണല്ലോ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ വ്യത്യാസമുണ്ട്. വർക്ക് റിവേഴ്സിബിൾ ആണെങ്കിൽ -2 തന്നെയാണ്, പക്ഷെ -W എന്ന് എടുത്താൽ ഇതിന്റെ വാല്യൂ എന്താകും? പോസിറ്റീവ് ആകും. ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? കിട്ടിയോ? എന്താ പ്രോബ്ലം ഏതാണ്? പ്രോബ്ലം ചെയ്യാനല്ല പറഞ്ഞേ, പ്രോബ്ലത്തിന്റെ മുകളിലുള്ള ഇക്വേഷനിൽ വരുന്ന വ്യത്യാസം ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലം 6.2ന്റെ മേളിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ -2.303 കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അത് എന്ത് ചെയ്യും, മൈനസ് എവിടെ പോയിന്ന്. വർക്ക് W എന്ന് പറഞ്ഞാൽ -2 ആണ്. വർക്കിനെ മൈനസ് ആക്കി വെച്ചാൽ ഈ ടേം എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. എന്താണ് ആ ചേഞ്ച് വന്നത്? നല്ലവണ്ണം മനസ്സിലായില്ല? യെസ്. ഓക്കെ, അപ്പൊ പ്രോബ്ലം 6.2 ചെയ്യാം. 2 liters of an ideal gas at a pressure of 10 atm expands isothermally at 25 degrees Celsius into a vacuum until its total volume 10 liter. Initially 2 liter ആയിരുന്നു. എന്നിട്ട് നമ്മൾ പ്രഷർ കൊടുത്തു, 10 atm പ്രഷർ കൊടുത്തു. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്തിട്ട്
ഐസോതെർമലി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് 25°C കോൺസ്റ്റന്റ് ആക്കി എടുത്തിരിക്കുന്നത്. ടോട്ടൽ വോളിയം 10 ലിറ്റർ ആകും. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ ദി എക്സ്പാൻഷൻ? ടീച്ചറെ ആ ഇന്ന് ഞാൻ ഡൗട്ട് ചോദിച്ചായിരുന്നു ഈ വർക്ക് റിവേഴ്സിബിളിന്റെ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ഏതിന്റെ ഡൗട്ട്? വർക്ക് റിവേഴ്സിബിൾ ഇക്വേഷൻ എങ്ങനെ വന്നു മനസ്സിലായില്ലായിരുന്നു. ആ ഇക്വേഷൻ എങ്ങനെയാ വന്നേന്നാ? ആ. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പോട്ടും പുറകോട്ടും നടക്കുന്ന പ്രോസസ്സുകളല്ലേ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. മുമ്പോട്ട് പോയാൽ പുറകോട്ടും വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒറ്റയടിക്ക് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സിബിൾ ആകാനുള്ള ഒരു ചാൻസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഞാനിപ്പം ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് എടുത്ത് ചാടുന്നു എന്ന് വിചാരിക്കാം. ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഞാൻ എടുത്തിയാലോ, അവിടെ ഒരു 3-4 സ്റ്റെപ്പ് ഉണ്ട്. എന്നാലും ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും ഞാൻ നോക്കുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യും, നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ 2-3 സ്റ്റെപ്പൊക്കെ ചാടി പോകത്തില്ലേ? ഇല്ലേ? അങ്ങനെ ചെയ്തിട്ടില്ലേ നിങ്ങള്? 2-3 സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ ഇറങ്ങത്തില്ലേ മക്കളെ? അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ വിചാരിക്കാം, ഒറ്റയടിക്ക് ഞാൻ താഴെ എത്തി എന്ന് വിചാരിക്കാം. ഒറ്റ ചാട്ടത്തിന് ഞാൻ താഴെ എത്തി. അങ്ങനെ ചാടുവാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കയറാനുള്ള ഒരു ചാൻസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഒറ്റച്ചാട്ടത്തിന് ഒരു 4 സ്റ്റെപ്പ് ഞാൻ ഫ്രണ്ടിലോട്ട് ചാടിയെന്നുണ്ടെങ്കിൽ അതേ 4 സ്റ്റെപ്പ് എനിക്ക് പുറകോട്ട് തിരിച്ചു കയറി വരാൻ പറ്റുമോ? എത്ര ഈസി ആയിട്ട് പറ്റുമോ മുസ്തഫ? ഇല്ല, പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ പറ്റാത്ത സിറ്റുവേഷനെ നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കും. പറ്റാത്തതിനെ നമ്മൾ ഇറിവേഴ്സിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ ഇക്വേഷൻ ആണ് ആദ്യം പറഞ്ഞു തന്നത്. അത് പ്രഷറിനെയും ചേഞ്ച് ഇൻ വോളിയത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എക്സ്റ്റേണൽ പ്രഷറിനെയും ചേഞ്ച് ഇൻ വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ലാർജ് ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം വർക്ക് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് ലാർജ് ചേഞ്ച് ആയിരിക്കും. ഒറ്റയടിക്ക് പ്രോസസ്സ് നടക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ വോളിയത്തിന്റെ ചേഞ്ച് എന്തായിരിക്കും? ഡെൽറ്റ വി ആയിരിക്കും. അതേസമയം ഇതേ സെയിം വർക്ക് നടക്കുന്നത് കുറെ സ്റ്റെപ്പിൽ കൂടിയാണെന്ന് വിചാരിക്കുക. പതുക്കെ നടക്കണമെന്ന് വിചാരിക്കുക. അത് ആ സ്റ്റെപ്പ് ഇറക്കുന്നത് തന്നെ ആലോചിച്ചാൽ മതി. നമ്മള് ഓരോ സ്റ്റെപ്പും കവർ ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചു കയറാനും പറ്റത്തില്ലേ? ഈസി ആയിട്ട് നമുക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ലേ? ഇതാണ് സ്റ്റെപ്പ് എന്ന് വിചാരിച്ചോളൂ. ഇനീഷ്യലി ഞാൻ ഇവിടെയാ നിന്നേന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാന് ഒറ്റ ചാട്ടത്തിന് ഈ സ്റ്റെപ്പിലോട്ട് എത്തിയെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ വന്ന് നിൽക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന അതേ സ്പീഡിൽ തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ പ്രഷറിനെയും ആ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. പിടികിട്ടിയോ? അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താകും? -P external into delta V. ചേഞ്ച് ഇൻ വോളിയം ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അതേസമയം ഞാന് ഇതേ സെയിം സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഓരോ സ്റ്റെപ്പിൽ കൂടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് ചാടും, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും, പിന്നെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് ചാടും, ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങിയാ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് അങ്ങോട്ടേക്കും ഈസി ആയിട്ട് തിരിച്ചു കയറി പോകാൻ പറ്റും. ഒരു കാല് വെച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചൊരു കാല് കയറി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പതുക്കെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സ് ചെയ്ത് തിരിച്ചു കയറാനുള്ള ഒരു ചാൻസും ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പതുക്കെയാണ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റും തൊട്ടടുത്ത ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും. ഇപ്പൊ വോളിയം പതുക്കെ കുറയുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ പ്രഷറും കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മനസ്സിലായോ മുസ്തഫ? ഒരു ബീക്കർ എടുക്കാം. ഓക്കെ, ബീക്കറിൽ ഇനീഷ്യലി ഇവിടം വരെ വോളിയം ഉണ്ടായിരുന്നു. ഞാൻ പ്രഷർ കൊടുത്തു.
ആദ്യം ഇത്രയും പ്രഷർ കൊടുത്തു, അപ്പൊ വോളിയം ദേ ഇവിടെ വന്നു നിന്നു, ഞാൻ V1 എന്ന് വിളിച്ചു. വീണ്ടും പ്രഷർ കൊടുത്തു, വോളിയം ദേ ഇവിടെ വന്നു നിന്നു. വീണ്ടും പ്രഷർ കൊടുത്തു, വോളിയം ദേ ഇവിടെ വന്നു നിന്നു. ഓരോ തവണയും ഇറങ്ങുന്ന ആ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ആ വോളിയം ചേഞ്ചിന് നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാൻ പറ്റത്തില്ല. ചെറിയ വോളിയം ചേഞ്ചിനെ നമ്മള് dV എന്ന റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ തവണ പ്രഷർ കൂടുന്നതിനനുസരിച്ചും ചെറിയ ചെറിയ വോളിയം ചേഞ്ചസ് മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. അപ്പം എന്ത് സംഭവിക്കും? വി ഇനീഷ്യൽ വോളിയത്തിൽ നിന്നും ഫൈനൽ വോളിയത്തിലോട്ട് എത്തുന്നതിന്റെ ഇൻ ബിറ്റ്വീൻ കുറെ കുഞ്ഞു കുഞ്ഞു വോളിയം ചേഞ്ചസ് അവിടെ ഉണ്ടാകും. കുറെ ചെറിയ ചെറിയ വോളിയം ചേഞ്ചസ് ഓരോ പ്രഷറും കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ കുഞ്ഞു കുഞ്ഞു ടൈമിൽ ചെറിയ ചെറിയ വോളിയം ചേഞ്ച് ഉണ്ടാകും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഈ വർക്ക് റിവേഴ്സിബിൾ ആകാൻ ചാൻസ് ഉള്ളത്, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വോളിയം വന്നാൽ തിരിച്ചു പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ വർക്ക് റിവേഴ്സിബിളിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് മൈനസ് ഇന്റഗ്രൽ ഓഫ് VI to VF. ഇതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ്. സം ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ടേം ആണ് ഇന്റഗ്രൽ സം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മാത്സിലെ പഠിക്കുന്നത്. ഓക്കെ, സമ്മേഷന് വേണ്ടിയിട്ടുള്ള VI to VF വരെ എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടായി, അത് ഇങ്ങനെ നമ്മൾ എഴുതുന്നേ V external into dV എന്നായിരിക്കും എഴുതുന്നത്. V external into dV. ഇത് സോൾവ് ചെയ്തെടുത്ത് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ സൈൻ ഇട്ടിട്ട് എഴുതിയിട്ട് കാര്യമില്ല. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് -2.303 nRT log VF divided by VI. ഇതിന്റെ റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അതൊരു ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ നമുക്ക് പഠിക്കണ്ട. ഓക്കെ, അതാ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഡെറിവേഷൻ, പിന്നെ ഡിഫറൻസിയേഷൻ എടുക്കുക, അങ്ങനെ 2-3 പ്രോസസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. പിടി കിട്ടി എന്താന്നുള്ളത് മുസ്തഫ? മനസ്സിലായോ? മനസ്സിലായി. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കുന്ന പ്രോസസ്സ്. അതാ കേസിൽ നമ്മൾ ഇനീഷ്യൽ വോളിയോ ഫൈനൽ വോളിയോ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുമ്പോൾ. ദെൻ അതേസമയം റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ ചാൻസ് ഉള്ള പ്രോസസ്സാ. അത് നടക്കണം എന്നുണ്ടെങ്കിൽ പതുക്കെ 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 നടക്കണം. ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന വോളിയത്തിന്റെ ചേഞ്ച് അപ്പൊ ചെറുതായിരിക്കും. അതിനെ നമ്മൾ dV എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. dV ചെറിയ ചേഞ്ചിനെ dV എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പം എല്ലാ ചേഞ്ചുകളും കൂടെ ആഡ് ചെയ്താലേ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അത് എങ്ങനെ ആഡ് ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത് ഇന്റഗ്രൽ സം. ഇങ്ങനെ ഒരു സൈൻ ഇട്ടാൽ അതിന് ഇന്റഗ്രൽ സം എന്നാ പറയുന്നത്. സം ചെയ്യാം ഇനീഷ്യൽ തൊട്ട് ഫൈനൽ വരെയുള്ള വോളിയം ചേഞ്ചിന്റെ സം എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുമ്പോൾ. ഇത് അതിന്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം 6.2 ചെയ്യൂ. ടു ലിറ്റർ ഐഡിയൽ ഗ്യാസ് ആണ് തന്നിട്ടുണ്ട്. പ്രഷർ 10 atm എന്ന് തന്നിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്യുന്നു. ഐസോതെർമലി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. ടോട്ടൽ വോളിയം 10 ലിറ്റർ. 2 ലിറ്ററിൽ നിന്നും 10 ലിറ്റർ ആകണം. പ്രഷർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പ്രഷറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കുക. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വാക്വത്തിലാണ് നടക്കുന്നത്. വാക്വത്തിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? വാക്വത്തിൽ നടന്നാൽ എക്സ്റ്റേണൽ പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും ഖദീജ? 0. അപ്പൊ വർക്ക് എന്തായിരിക്കും? ഇതാ എക്സ്റ്റേണൽ പ്രഷർ 0 ആയി പോയി കഴിഞ്ഞാൽ വർക്ക് എന്തായിരിക്കും? 0.
0. Work is equal to minus P external into delta V ആ. P external 0 ആണെങ്കിൽ എത്ര വോളിയം ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാലും ടോട്ടൽ വാല്യൂ എന്തായി മാറും? 0 ആയിട്ട് മാറും. വാക്വത്തിൽ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകില്ല, കാരണം എക്സ്റ്റേണൽ പ്രഷർ 0 ആയതുകൊണ്ട്. So the answer is no work is done, no heat is absorbed. Okay. നോക്കിക്കോളൂ. W is equal to minus P external into delta V ആണ്. Which is equal to minus P external into delta V. Final 10, initial 8. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു 2. പക്ഷേ വാക്വം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ വാല്യൂ 0 0 ഇൻറ്റു 2 എന്ത് വരും? 0 വരും. അപ്പൊ വർക്ക് എന്താ? 0 ആയിട്ട് മാറും. Work is equal to 0. No work is done, no heat is absorbed. മനസ്സിലായോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തേ. കൺസിഡർ ദി സെയിം എക്സ്പാൻഷൻ ബട്ട് ദ ടൈം അഗൈൻസ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ഓഫ് 1 atm. അവിടെ പ്രഷർ തന്നിട്ടുണ്ട്. സെയിം എക്സ്പാൻഷൻ, അതായത് ഇനീഷ്യൽ വോളിയം 2, ഫൈനൽ വോളിയം 10, കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ 1. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്തായി? ഇഷാര കിട്ടിയോ? ഇല്ല ടീച്ചർ. ഇല്ല, വേഗം ചെയ്യൂ. ഇക്വേഷൻ എഴുതി അങ്ങോട്ട് ചെയ്തേ. അത് ചെയ്തവര് 6.4 ചെയ്യുക കേട്ടോ. ടീച്ചർ ആ 8 ആർന്ന ടീച്ചർ ആണ്. 8. പ്രോബ്ലം 6.2 നോക്കിയ മക്കളെ. 6.3 സെയിം എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ വോളിയം 2 ലിറ്റർ, ഫൈനൽ വോളിയം 10 ലിറ്റർ, എക്സ്റ്റേണൽ പ്രഷർ 1 atm. വർക്ക് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എത്രയാ? 10 minus 2, which is equal to minus 1 into 8, which is equal to minus 8 liter atm unit. Okay, അല്ലെങ്കിൽ minus W is equal to 8 എന്ന് എഴുതാം. ലിറ്റർ 8. ടീച്ചർ മോഡൽ 8 എന്നല്ലേ വരണ്ടേ? മേളിൽ 8 വരുന്നത് എങ്ങനെയാ? മേളിൽ 0 ആയില്ലേ? അല്ല, 10 - 2 അല്ലേ വരണ്ടേ? അപ്പൊ മൈനസ് പി എക്സ് 10 minus 2 അല്ലേ? ഓക്കെ 10 minus 2 ഞാൻ എഴുതി. എങ്ങനെ എഴുതിയാലും 0 ആയിപ്പോ. എഴുതിപ്പോ വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. 10 minus 8 എന്ന് എഴുതി വെച്ചാൽ 10 minus 2 അല്ലായിരുന്നു. ഇനീഷ്യൽ വോളിയം 2 അല്ല. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ minus W is equal to 8 liter atm, which is equal to Q. Okay. Then 6.4 ചെയ്തേ. Problem 6.4. Consider the expansion given in problem 6.24. 1 mole of an ideal gas conductor reversibly. Same problem തന്നെ. നിങ്ങൾ വിചാരിക്കുക അത് റിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്ന്. റിവേഴ്സിബിൾ വർക്കിന്റെ ഇക്വേഷൻ എന്താ? റിവേഴ്സിബിൾ വർക്കിന്റെ ഇക്വേഷൻ പെർസീൻ. വർക്ക് റിവേഴ്സിബിൾ ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും?
-2.303 nRT log V final divided by V initial. V initial. Yes, വേഗം ചെയ്തു. W is equal to -2.303 nRT log VF divided by VI. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് -W എഴുതാം. അപ്പൊ ഇത് പ്ലസ് എന്നുള്ള രീതിയിൽ കിട്ടും. 2.303 N നമ്പർ ഓഫ് മോൾസ് എത്ര കൊടുത്തിരിക്കുന്നത്? 1 മോൾ ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2.303 ഇൻറ്റു 1 മോൾ ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാ? 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? മോളിൽ പറഞ്ഞിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 298 കെൽവിൻ ഇൻറ്റു ലോഗ് ഫൈനൽ വോളിയം 10, ഇനീഷ്യലി ഉള്ളത് 2 is equal to 2.303 into 1 മോള് ചെയ്താൽ 1 തന്നെ ആയിപ്പോ. അത് തന്നെ സെയിം കിട്ടും. സോ 0.0821 into 298 Kelvin into log 10/2 which is equal to log 5. log 5ന്റെ വാല്യൂ പഠിക്കണേ. log 5 is equal to 0.699. നിങ്ങൾ മാത്സിലെ ലോഗിന്റെ വാല്യൂസ് എടുക്കാൻ പഠിപ്പിച്ചോ? ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് ഇല്ല. നിങ്ങൾക്ക് സ്കൂളിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നവരാരൊക്കെയുണ്ട്? എല്ലാവരും അത് തന്നെയാണോ ഉപയോഗിക്കുന്നത്? യെസ്, നിങ്ങൾ സ്കൂളിൽ അതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് log 5ന്റെ വാല്യൂ കിട്ടും കേട്ടോ. ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടോ നോക്കിക്കേ. അതിന്റെ അകത്ത് LG എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവും മിക്കവാറും. LOG എന്ന് കൊടുക്കാൻ വഴിയില്ല. ഉണ്ടോ? എന്നിട്ട് log 5 എന്നൊന്ന് അടിച്ച് log 5ന്റെ വാല്യൂ എന്നിട്ട് എത്രയാണെന്ന് പറഞ്ഞത് ദേവിക? 0.6990 ആണോ? 0.6989700. ഓക്കെ. അപ്പൊ 0.699 എന്ന് എടുത്താൽ മതി. അപ്പൊ ലോഗ് വാല്യൂ അതിനകത്ത് കിട്ടും കേട്ടോ. യെസ്. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ പറഞ്ഞേ. യെസ്. കിട്ടിയോ? കിട്ടിയവര് യോഗിക്ക്. തരം കിട്ടിയവര്. നന്ദന എത്ര കിട്ടി? 393.65. ഓക്കെ. 393.65 വോളിയം ലിറ്ററിലാ. സോ ലിറ്റർ. പ്രഷർ ഉണ്ട് ലിറ്റർ ATM. ഇതാട്ടോ ആൻസർ. വർക്ക് ഈസ് ഈക്വൽ ടു ദിസ് വൺ ഈസ് ദി ആൻസർ. ഈ ലിറ്റർ ATM വന്നത് ഇവിടുന്ന് 0.0821 യൂണിറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ലിറ്റർ ATM മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് അതിൽ നിന്നാണ് കേട്ടോ മക്കളെ. യൂണിറ്റ് എങ്ങനെയാ വന്നതെന്ന് പറയാം. ഈ 0.081 ഇവിടെ ഓൾറെഡി ഒരു 1 മോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ യൂണിറ്റ് മാത്രം ഇവിടെ ചുമ്മാ എഴുതി വെക്കാം കേട്ടോ. മോള്. ഇതിന്റെ യൂണിറ്റ് എന്താ? 0.081 ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. മോൾ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. കെൽവിൻ ഇൻവേഴ്സും കെൽവിനും കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പൊ ഫൈനൽ ആൻസർ എന്തിൽ വരും? ലിറ്റർ ATM വരും. അങ്ങനെയാണ് കേട്ടോ യൂണിറ്റ് വന്നത്.
ആറിന്റെ യൂണിറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് ഈ ലിറ്ററേറ്റിയം എന്ന് പറയുന്ന ഫൈനൽ ആൻസറിലോട്ട് എത്തുന്നത്. യെസ്, ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്തേ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തു. എന്നാലും നമ്മള് ഹീറ്റ് എന്താണ്, വർക്ക് എന്താണ്, അതിന്റെ ഇക്വേഷൻ റിവേഴ്സിബിൾ ഇറിവേഴ്സിബിളിന്റെ അകത്തോട്ട് നമ്മൾ പോയി. ഓക്കെ, then move on to the second thermodynamic function. നമ്മൾ ആദ്യം പഠിച്ച thermodynamic function delta U, internal energy പഠിച്ചു. Internal energy is the sum of heat and work done ആണ് Q plus W. അതിൽ നിന്ന് വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ വർക്ക് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഓൾസോ ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി ഡെൽറ്റ യു എന്ന് പറയുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ വേഗം വേഗം നോട്ട് ചെയ്ത് വെച്ചു. ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് Q, heat at constant volume. Delta U is equal to QV. മുകളിൽ എഴുതുക delta U is equal to Q plus W. Delta U is equal to Q plus W according to first law of thermodynamics. ഇതാണ് first law of thermodynamics. അടുത്ത ഇക്വേഷൻ delta U is equal to QV at constant volume. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഈ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് QV ആണ്. Then വർക്ക് ഇറിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി കണ്ടുപിടിക്കുന്നത് VF മൈനസ് VI. Then വർക്ക് റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു മൈനസ് 2.303 nRT log VF divided by VI. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ആ ചോദിച്ചോ. എന്നാ മോളെ? 6.4ന്റെ ആൻസർ ഇല്ലേ ആ ഇപ്പൊ ചെയ്തതിന്റെ ആ അത് ടെക്സ്റ്റില് 16.1 ലിറ്റർ APM തന്നിട്ടുണ്ട്. 16 കൊടുത്തേക്കണെന്നോ? എനിക്ക് മനസ്സിലായില്ല. 6.4ന്റെ ആൻസർ പ്രോബ്ലം 6.4 ഇല്ലേ, അത് 16.1 ലിറ്റർ APM ടെക്സ്റ്റ് കൊടുത്തേക്കണം. ആൻസറോ? അതേതാ ടെക്സ്റ്റ് ബുക്കാ? ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ആൻസർ കൊടുത്തണേ? എത്രയാന്ന് കൊടുത്തത്? 16 നമുക്ക് സോൾവ് ചെയ്തപ്പോ 393 അല്ലേ കിട്ടിയത്? അതോ 16 ആണോ കിട്ടിയത്? ഏതാ കിട്ടിയത്? ഇല്ല, 393 കിട്ടിയത്. അപ്പൊ അതാ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ അവരെന്നാ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതൊക്കെയാ? ഒന്ന് വായിച്ചേ. 2.303 into 10 log 10/2. എന്തെന്നാ ഒന്ന് പറഞ്ഞ? 10 log 10 into log 10/2. 10 into log 10/2. അപ്പൊ അവിടെ ആറിന്റെ വാല്യൂ ഒന്നും ഇല്ലേ? ഇല്ല, ഇതില് ക്വസ്റ്റ്യൻ കൺസിഡർ ദ സെയിം എക്സ്പാൻഷൻ ടു എ ഫൈനൽ വോളിയം ഓഫ് 10 liters കണ്ടക്ടഡ് റിവേഴ്സിബിളി തന്നെ. എന്നിട്ട് ഇങ്ങനെയാ ആൻസർ തന്നേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 6.4ന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Consider the same expansion to a final volume of 10 liters conducted reversibly. ഓ അതെന്നത് എനിക്ക് എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലല്ലോ. എന്റെ കയ്യിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ ദി എക്സ്പാൻഷൻ ഗിവൺ ഇൻ പ്രോബ്ലം 6.24 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് കണ്ടക്ടഡ് റിവേഴ്സിബിളി. അതിനകത്ത് 1 mole എന്നൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്നാ കൊടുത്തേ? 10 mole. മോളൊന്നും തന്നിട്ടില്ല. ടു എ ഫൈനൽ വോളിയം ഓഫ് 10 liters conducted reversibly. അങ്ങനെ പറഞ്ഞാലും എങ്ങനെ 10 log 10/2 വന്ന്? ഒരു മിനിറ്റ്, കാണിച്ച ക്വസ്റ്റ്യൻ ഒന്ന് പിൻ ചെയ്ത് നോക്കട്ടെ.
കാണിച്ച മോളെ ഇതെന്താ പോയോ? ഒരു മിനിറ്റ്. എനിക്ക് ടെമ്പറേച്ചർ നിന്നിട്ടില്ലായിരുന്നു. ഇച്ചിരി കൂടി കൊണ്ട് നീക്കി പിടിച്ചോളെ. ആ സെയിം എക്സ്പാൻഷൻ. എന്നാൽ ഈ 10 log ഇത് എവിടുന്ന് വന്നു? സെയിം എക്സ്പാൻഷൻ ആണ് 10 ലിറ്റർ. അപ്പൊ 2.303 NRT എന്ന് പറയുന്ന ഒരു ടേമേ അവിടെ ഇല്ലല്ലോ. ടെമ്പറേച്ചർ ഒന്നും അവിടെ കൊടുത്തിട്ടില്ലല്ലോ. മതി മോളെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. എന്തായാലും ടെമ്പറേച്ചർ ഒക്കെ വേണമല്ലോ റിവേഴ്സിബിൾ വർക്കിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്തേ, ഞാൻ പറയുന്നത് മാത്രം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 1 into ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 1 into 0.0821 0.821 into 298 എത്രയാ? എത്ര കിട്ടിയേ? 0.08 അല്ലേ നിങ്ങൾ ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്ത്? അല്ലേ 0.08 അല്ലേ മക്കളെ നിങ്ങൾ ചെയ്ത് കൊടുത്തേ? ആണോ? 2.303 into 0.821 into 298 into 0.61. ഓക്കെ, അപ്പൊ 39.38 നാട്ടോ തന്നെ. നിങ്ങൾ 0.08 വെച്ചിട്ടല്ലല്ലോ ചെയ്തേ. ലിറ്റർ ATMലുള്ള വാല്യൂ 0.08 ആ. ഇവര് ചെയ്യുന്നത് 0.8 എന്ന് കൊടുത്തു. 0.08 ആ. 0.08 ആണ് R-ന്റെ വാല്യൂ ലിറ്റർ ATM ഉള്ളത്. എല്ലാം പ്രിന്റിംഗ് മിസ്റ്റേക്കുകളായിരിക്കും. വേറൊരു കാര്യമുണ്ട്, NCERT-ക്ക് അത് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാറ്റാനും പറ്റൂല. One second. 22.414 0.0821. അപ്പൊ 39 പോയിന്റ് വരുള്ളൂ. നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടല്ലേ ആൻസർ പറഞ്ഞേ? 39.3 ആണ് കേട്ടോ ആൻസർ. 39.3. 0.081 ആണ് R-ന്റെ വാല്യൂ. NRT-യിലെ R-ന്റെ വാല്യൂ അവിടെ 0.8 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്. ഈ ടെസ്റ്റിലെ NRT കൊടുത്തതാണോ? ടെക്സ്റ്റിലെ NRT-ക്ക് പകരം PV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്രഷർ എന്ന് പറയുന്നത് 1-ഉം വോളിയം എന്ന് പറയുന്നത് 10-ഉം അല്ലേ? PV is equal to NRT ആണ് നമ്മൾ ഉദ്ദേശിച്ച ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട്. അപ്പൊ PV എന്ന് പറയുന്നത് അല്ല, NRTക്ക് പകരം PV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ലേ? പ്രഷർ P എന്ന് പറയുമ്പോഴത്തേക്കും പ്രഷർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 10 atm. 1 അല്ലേ? പ്രഷർ 180 എന്ന് കൊടുത്തിട്ടുണ്ടോ? 6.3-ല് 6.3-ല് 1 atm. പക്ഷെ നമ്മളോട് 6.2-ന്റെ ബാക്കിയായിട്ട് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്? 6.2-ൽ പ്രഷർ 10 atm അല്ലേ? 2.303 NRT-ക്ക് പകരം PV കൊടുത്താൽ
10 6.2 എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. 6.3 എടുക്കാൻ പറഞ്ഞ പ്രഷർ 180 വന്നേനെ. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഓരോ ക്വസ്റ്റിനും ഡിഫറെന്റ് അത്. ആദ്യത്തെ കേസിൽ പ്രഷർ 0 ആയി പോകും. പക്ഷെ അവിടെ പ്രഷർ ഓഫ് 10 ATM 2 ലിറ്റർ ആയിരുന്നു ഇനീഷ്യൽ ഉണ്ടായിരുന്നത്. അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് 10 ലിറ്ററിലോട്ട് വന്നത്. അന്നേരമുള്ള പ്രഷർ 10 ATM എന്ന് അവരോട് കൊടുത്തിരിക്കുന്നത്. 2 ലിറ്റർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് പ്രഷർ 10 ATM അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് 10 ലിറ്ററിലോട്ട് വന്നത്. ATM പ്രഷർ അത് 1 എന്ന് കൺസിഡർ ചെയ്താൽ അത് പിന്നെയും തെറ്റിപ്പോകും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അപ്പൊ ആൻസർ മാറിപ്പോയില്ലേ? അതൊന്ന് സോൾവ് ചെയ്തപ്പം അവിടെ NRTക്ക് പകരം PV വോളിയം, ഫൈനൽ വോളിയം 10 ലിറ്റർ. അപ്പൊ അവിടെ 10 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അന്നേരം ഈ 16 കിട്ടുമോ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2.303 ഇൻറ്റു 10 ചെയ്തേ. പല ടെക്സ്റ്റ് ബുക്കിലും പലതാണല്ലേ. 2.303 ഇൻറ്റു 10 ഫൈനൽ വോളിയം 10 എന്ന് എടുത്തു. PV ഇൻറ്റു 0.699. അപ്പൊ 16 പോയിന്റ് കിട്ടും. ശരിയാ, അപ്പൊ 16 പോയിന്റ് ആട്ടോ കിട്ടുന്നേ. 10 ഇട്ട് കൊടുത്താൽ എന്തായാലും 16 പോയിന്റ് വരും. അത് അവരെടുത്തിരിക്കുന്നത് ഫൈനൽ വോളിയം 10. ഫൈനൽ വോളിയം 10 എന്ന് എടുത്താൽ അവിടെയുള്ള പ്രഷർ 1 ATM എന്ന് എടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ശരിയാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് NRT ഇട്ടാലും ചെയ്താൽ കിട്ടണം നമുക്ക്, അല്ലേ? PV is equal to NRT ആണെങ്കിൽ NRTയുടെ വാല്യൂം എന്ത് കിട്ടണം? 10 തന്നെ കിട്ടണ്ടേ? അത് പക്ഷെ വന്നിട്ടില്ല. 1 മോളിന് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. യെസ്, എന്നത് അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഇക്വേഷൻ ചെയ്യേണ്ട മനസ്സിലായല്ലോ. PV വർക്ക് റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അത് എന്താണ് ഡിഫറൻസ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഇന്റേണൽ എനർജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത്രയും സംഗതികൾ നമ്മൾ പഠിച്ചത്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഡെൽറ്റ യു എന്താന്ന് പഠിച്ചു. വർക്ക് റിവേഴ്സിബിൾ, അതേപോലെ തന്നെ വർക്ക് റിവേഴ്സിബിളിന്റെ ഇറിവേഴ്സിബിളിന്റെയും ഇക്വേഷൻസ് പഠിച്ചു. Then move on to the second thermodynamic function. രണ്ടാമത്തെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. That is enthalpy. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ H. enthalpy. enthalpy H. enthalpy എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ മീൻസ് ഇനീഷ്യലിനെയും ഫൈനലിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എൻതാൽപി എന്ന് പറയുന്നത്. എൻതാൽപി H. എൻതാൽപി H കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ H is equal to U plus PV. ഇക്വേഷൻ പഠിച്ചോളുക. എൻതാൽപി H is equal to U plus PV. H is equal to U plus PV. ഒരുപാട് ഡെറിവേഷനോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കുളമായിട്ട് പോകണ്ട. ആകെ ഇത്രയും കാര്യം ഓർത്തു വെക്കുക. എൻതാൽപി H ആണ്. H കണ്ടുപിടിക്കുന്നത് U plus PV. എല്ലാ ടേമുകളും നമുക്കറിയാം. ഓരോ ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്റേണൽ എനർജി ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എൻതാൽപിയുടെ ഇക്വേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ച മോനെ. പ്രോബ്ലം 6.3 പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. അതിന്റെ ആൻസർ എന്നാ? 8 ലിറ്റർ ATM. 8 എങ്ങനെയാ? 8 എങ്ങനെയാ വന്നേന്നോ? അവിടെ 1 ATM പ്രഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 × 8 8. അല്ല, -1 × 8 അല്ലേ? അങ്ങനെ വർക്ക് അവിടെ മൈനസ് ആയിട്ടല്ലേ മോനെ എടുത്തേക്കുന്നത്. ആ മൈനസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ -W ആയി. മനസ്സിലായോ? വർക്ക് ഈസ് ഈക്വൽ ടു -P എക്സ്റ്റേണൽ × 8. അപ്പൊ -1 × 8 വരും. വർക്ക് ഈസ് ഈക്വൽ ടു -1 × 8. അപ്പൊ വർക്ക് മൈനസ് ആയാൽ -8 എന്നുള്ളത് എന്തോ +8 ആവും. ഇവിടെ കിട്ടിയോ?
ഓക്കെ, അപ്പം സെക്കൻഡ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ എൻതാൽപി എച്ച്. ഈ എൻതാൽപി എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എൻതാൽപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ സാലിഹെ? എന്താ എൻതാൽപി? എനർജി. എനർജി ചേഞ്ച് തന്നെയാണ്. ഇവിടെ ഹീറ്റ് എനർജിയുടെ ഫോർമുല H=U + PV. ഓക്കെ, അപ്പൊ ഇനി നമുക്കറിയാം ഓൾറെഡി നമ്മൾ വേറൊരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്റേണൽ എനർജിയിൽ നിന്നും ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം = ΔU. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് ഏത് ഇക്വേഷനിലാണ് നമ്മൾ പഠിച്ചേ? ΔU = എന്താണ്? Q + W ആണ്. W എന്ന് പറയുന്നത് -P external × ΔV ആണ്. അപ്പൊ അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q + -P external × ΔV എന്ന് കിട്ടും. ഇനി കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ΔVയുടെ വാല്യൂ 0 വരും. അപ്പൊ ഈ ടേം മുഴുവനായിട്ട് 0 വരും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? Q എന്ന് വരും. ΔU = Q എപ്പോൾ? കോൺസ്റ്റന്റ് വോളിയം എടുത്താൽ. ഈ ഒരു ഇക്വേഷൻ ഡെറിവേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ΔU = Q + W ആണ്. W പകരം P external × ΔV എന്ന് കൊടുക്കാം. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇനീഷ്യലും ഫൈനലും സെയിം തന്നെ. ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരും. അപ്പൊ ഇക്വേഷൻ എന്താകും? ΔU = Q. എപ്പോഴാ? വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ΔU = നമുക്ക് എന്തെന്ന് എഴുതാം? QV എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ΔH നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ΔH = QP എന്ന് എഴുതാം. ഓക്കെ, ഒരു കാര്യം ഓർത്തോ, എൻതാൽപി ചേഞ്ച് H = U + PV എന്നുള്ളതിനെ നമ്മൾ തെർമോഡൈനാമിക് ഇക്വേഷൻ ആക്കുമ്പോൾ കിട്ടുന്നത് ΔH = തെർമോഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചേഞ്ച് അവിടെ ഉണ്ട്. അതെപ്പോഴും ഓർത്തു വെച്ചോളുക. ΔH = ΔU + P ΔV ആണ്. ഇതാണ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ΔH = ΔU + P ΔV. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ പിക്ക് ചേഞ്ച് വരാത്തത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ΔH = QP ആയിരിക്കും. അതായത് ചേഞ്ച് ഇൻ എൻതാൽപി എന്ന് പറയുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓക്കെ, ഇതെങ്ങനെയാ വന്നേ നമുക്ക് നോക്കാം. ഇക്വേഷൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ΔU = Q + W ആണ്. ΔU = Q + W. ഓക്കെ, ഇനി വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് = -P external × ΔV ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം -P ΔV. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് P ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. P കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. ഓക്കെ, P കോൺസ്റ്റന്റ് ആക്കി എടുക്കുവാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ΔU = Q - വർക്കിന് പകരം നമുക്ക് P ΔV എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ΔU + P ΔV = Q എന്ന് വരും. ΔU + P ΔV = Q എന്ന് വരും. ഓക്കെ, ΔU + P ΔV എന്നതാ മക്കളെ? ΔH ആണ്. നമ്മൾ ഓൾറെഡി മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ΔH = Q എന്ന് വരും. കോൺസ്റ്റന്റ് പ്രഷർ ആണ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു QP എന്ന് എഴുതാനായിട്ട് പറ്റും. ΔH = QP. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ΔHന്റെ വാല്യൂ എന്തായിരിക്കും? QP. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും കേട്ടോ. ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ΔX, ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ΔU. മരിയ, എന്ത് സൈലന്റ് ആയിട്ടിരിക്കണേ? സുഖമല്ല ടീച്ചർ. എന്ത് പറ്റി?
തലവേദന. തലവേദനയോ? ആ ഉയരാഘോഷത്തിന്റെ ആണോ? ഉറങ്ങിയില്ലേ? വൈകിയാ കിടന്ന്. ക്ലാസ് കഴിയുമ്പോ പോയി കിടന്നുറങ്ങിക്കും എല്ലാരും. എല്ലാരും ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് വൈകിയാണോ കിടന്നേ? അങ്ങനെ കിടന്നവരൊക്കെ എത്ര പേരുണ്ടെന്ന് കൈ നോക്കിക്കേ. ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ച് വൈകി കിടന്നവർ എത്ര പേരുണ്ട്? കണ്ടോ? അപ്പൊ ഡെല്ല എന്നെ എടുക്കുന്നുണ്ടല്ല. ഡെല്ല കൈയൊന്നും പൊക്കുന്നില്ലല്ലോ. പിന്നെ ഡെല്ല എന്നെ എടുത്തോണ്ടിരിക്കുന്നു. പഠിച്ചില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വൈകിയല്ല കിടന്നു. മണിയായപ്പോ കിടന്നു. അത്ര ഒരുപാട് വൈകിയല്ല കിടന്നു. വീട്ടിൽ തന്നെയല്ലേ അല്ലായിരുന്നു എല്ലാരും? വേറെ അങ്ങോട്ടും പോയൊന്നുമില്ലല്ലോ. പതിനൊന്നര വരെ കിടന്നുറങ്ങിയിട്ട് അരമണിക്കൂർ എഴുന്നേറ്റിട്ട് പടക്കം പൊട്ടിച്ചപ്പോഴായിരുന്നു. 12 വരെ നോക്കിയിരുന്നു. ഇത് ചെയ്തോ? ഇത് മനസ്സിലായോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് കിട്ടും. നമ്മൾ കൺസിഡർ ചെയ്താൽ വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് കൺസിഡർ ചെയ്താൽ മാത്രം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, എൻതാൽപ്പിയുടെ ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. എനർജി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. എന്തുകൊണ്ട് പിക്ക് മാത്രം ചേഞ്ച് കൊടുത്തില്ല? കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. ഈ ഒരു സംഗതി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവരൊന്ന് കൈവക്കിക്കേ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻതാൽപ്പിനെ പറ്റി 2 കാര്യങ്ങൾ എൻതാൽപ്പി വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അബി? അത് എൻതാൽപ്പി വെച്ചിട്ട് പേരുള്ള 2 സംഗതികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അത് ഏതൊക്കെയായിരുന്നു? മറന്നുപോയി. സോജു പറഞ്ഞേ. സോജു എങ്ങനെയാ മറന്നു പോണേ? യെസ്, സോജു പറഞ്ഞു മോനെ. എൻതാൽപ്പി എന്ന് പറയുന്ന പേരുള്ള 2 സംഗതികൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോജു, അയണൈസേഷൻ എന്തൽപ്പിയാണോ? അയണൈസേഷൻ എൻതാൽപ്പിയും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഫർസീനേത്? ഫർസീൻ അയണൈസേഷൻ എൻതാൽപ്പിയുടെ കൂടത്തിൽ പഠിച്ചൊരു സംഗതി കൊണ്ടുണ്ടല്ലോ, അതുപോലെ തന്നെ വേറുള്ള അയണൈസേഷൻ എൻതാൽപ്പി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പൊ ഇലക്ട്രോണിനെ കിട്ടുമ്പോൾ എനർജിക്ക് പറയുന്ന പേരെന്താ ഫർസീൻ? നന്ദന? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്. ദേവിക പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും എന്നാ നമ്മൾ പഠിച്ചേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അയണൈസേഷൻ എൻതാൽപ്പി പോസിറ്റീവ് ആണ്. പോസിറ്റീവ്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും എനർജി കൊടുത്തേ മതിയാകുള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നസ്രിൻ പറഞ്ഞേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. ഡിപ്പെൻഡ്സ് ഓൺ ദി എലമെന്റ്. എലമെന്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. ഇഷാര പറഞ്ഞേ എപ്പോഴാണ് എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നത്? എന്ത് ടൈപ്പ് റിയാക്ഷൻസിലായിരുന്നു എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നത്? അവിടെ നമ്മൾ 2 ടൈപ്പ് റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനർജി കിട്ടുന്നതിന്റെ ബേസിൽ 2 ടൈപ്പ് റിയാക്ഷൻസ്. ഓർക്കണില്ല ടീച്ചർ. ഓർക്കണില്ല? ഫിദ? ഹാലജൻസ് ആണെങ്കിൽ
ഹാലജൻസ് ആണെങ്കിൽ പോസിറ്റീവ്, നോബിൾ ഗ്യാസസ് ആണ് ആ നെഗറ്റീവ്. നെഗറ്റീവ്. അങ്ങനെയാണോ? തിരിഞ്ഞു പോയില്ലേ? നോബിൾ ഗ്യാസ് ആണെങ്കിൽ പോസിറ്റീവ്, ആ ഹാലജൻസ് നെഗറ്റീവ്. അതിന് ഞാൻ റിയാക്ഷൻസിന് ഒരു പേര് പറയും. എന്നായിരുന്നു മുസ്തഫ അത്? അതിനൊരു പേരൊക്കെ കൊടുത്താൽ നമ്മൾ പഠിച്ചേ. ഇന്ന ടൈപ്പ് റിയാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ, ഇന്ന ടൈപ്പ് ആണെങ്കിൽ ഇന്നേതെന്നൊക്കെ പറഞ്ഞ് പഠിച്ചേ. ഓർമ്മയില്ല. ആ മറന്നുപോയി. കാൽവിൻ മറന്നുപോയി. അലീഫ ഫാത്തിമത്ത് അറിയില്ല. നസ്ര ആ എൻഡോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻസ് അതെല്ലാം മറന്നുപോയ മക്കളെ. അവിടെ നമ്മൾ പഠിച്ചതാ എൻതാൽപ്പി. ആ ടേം അവിടെയാ നമ്മൾ പഠിക്കുന്നത്, ആദ്യം പഠിക്കുന്നത്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ച് ആണ്. രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചു. ഒന്ന് അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പഠിച്ചു. ഓക്കെ, അവിടെ ആ എൻതാൽപ്പി എന്നുള്ളത് അയണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഐദർ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ്, എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ പഠിച്ചതല്ലേ? അതേ സെയിം എൻതാൽപ്പി തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അവിടെ നമ്മൾ എൻതാൽപ്പിയുടെ റെപ്രസെന്റേഷൻ ഒന്നും പഠിച്ചില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നമ്മള് കഴിഞ്ഞ ചാപ്റ്ററുകളിലും അതേപോലെ തന്നെ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന്റെ സമയത്തും ഈ എൻതാൽപ്പിയുടെ വാല്യൂ പറയാൻ നേരത്തെ ഞാൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നത്. അത് ഓർക്കണവരുണ്ടോ? കൈവക്കിക്ക്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എഴുതി തന്നു. അന്നേരം ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഒരു തെർമോഡൈനാമിക്സ് പഠിക്കുമെന്ന് ഇല്ലേ? നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ ഹൈഡ്രജൻ ബോണ്ടിന്റെ എൻതാൽപ്പി പഠിച്ചപ്പോഴും ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 435.8 എന്നായിരുന്നു എന്ന് പറഞ്ഞു തന്നത്. അപ്പൊ എനർജി ചേഞ്ചിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എച്ച്. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച്. ഓക്കെ, അപ്പൊ ഇനി ഡെൽറ്റ എച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് അറിയണം. ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ എൻഡോതെർമിക് ആകാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആകാം. എക്സോതെർമിക് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി കൂടുതലും കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ നടത്തുന്നത് ഓപ്പൺ ഫ്ലാസ്കിലാണ്. റിയാക്ഷൻസ് നമ്മൾ നടത്തുക നോർമലി. ഓപ്പൺ ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഹീറ്റ് ആൻഡ് മാറ്റർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ആദ്യത്തെ കാര്യമല്ല, നമ്മൾ ഓൾറെഡി അറിയാവുന്നതാ. കെമിക്കൽ സ്പീഷീസിന്റെ കേസിൽ കെമിക്കൽ റിയാക്ഷൻസിലാണ് ഡെൽറ്റ എച്ചിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ഡെൽറ്റ എച്ച് ഉപയോഗിക്കുന്നത്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ്, എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവിന്റെയും കേസ് എങ്ങനെയാണ് സോളിഡിന്റെയും ലിക്വിഡിന്റെയും കേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് നമുക്കറിയാം മാറ്റർ എന്ന് പറയുന്നത് മൂന്നെണ്ണം ഉണ്ട്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ഈ നടത്തുന്ന സ്റ്റഡീസ് എല്ലാം നമ്മൾ പഠിക്കുന്നത് ഗ്യാസിന്റെ കേസിലാണ്. കാരണം അവിടെ മോളിക്യൂളിന്റെ അട്രാക്ഷൻസ് കുറവാണ്, സ്റ്റഡീസ് ഒക്കെ ഈസിയാണ്. ഇനി സോളിഡിലും ലിക്വിഡിലും എങ്ങനെയാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും വരുന്നത് നമുക്ക് നോക്കാം. സോളിഡ് ലിക്വിഡ് ഇത്ര നേരം നമ്മൾ കണ്ടത് ഗ്യാസിന്റെ കേസിലാണ്. ഗ്യാസിന്റെ കേസിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു
heat at constant volume, delta H is equal to heat at constant pressure, equation delta U is equal to Q plus W, and delta H is equal to delta U plus P delta V. Okay. ഇനി സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസിൽ delta H and delta U relation for reactions involving solids and liquids. Okay. ഗ്യാസിന്റെ കേസിലാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഗ്യാസിന്റെ അകത്തോട്ട് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് സിഗ്നിഫിക്കന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ഗ്യാസ് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരും. അതേസമയം സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ആണെങ്കിൽ അതിന്റെ അകത്ത് എങ്ങനെയാ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻമരിയ? സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ്സിന്റെ അകത്ത് പാർട്ടിക്കിൾസ് എങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻമരിയ? ആ, സോളിഡിലും ലിക്വിഡിലും പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇത്തിരി പ്രഷർ കൊടുത്തു എന്ന് കരുതി അതിന്റെ അകത്ത് ഉണ്ടാകുന്ന വോളിയത്തിന്റെ ചേഞ്ച് നമുക്ക് അത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിന്റെ അകത്ത് ഇത്രയും ഗ്യാസ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത്രയും ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഗ്യാസസ് ആണ്. ഓക്കെ, ഇനീഷ്യലി അതിന്റെ വോളിയം ഇവിടെ ആയിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ അകത്തോട്ട് എക്സ്റ്റേണലി ഒരു പ്രഷർ കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വോളിയം കുറയും. എന്നിട്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി അടുത്തടുത്ത് വരും. അപ്പൊ നോക്കിക്കോ, വോളിയം അന്നേരം ഇത്ര കണ്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം. 1 2 3 4 5 6 7 9 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ 9 പാർട്ടിക്കിൾസ് ഞാൻ ഇതിന്റെ അകത്തോട്ട് അങ്ങോട്ട് വരച്ചു വെക്കാം. അടുത്തടുത്ത് വരും. 1 2 3 4 5 7 8 9. കണ്ടോ? അപ്പം എന്തോരം വോളിയം, ഇനീഷ്യലി ഇത്രയും വോളിയം ഉണ്ടായിരുന്നു, ഫൈനലി ഇപ്പോൾ ഇവിടെയാണ് വോളിയം. അപ്പൊ ഈ വോളിയത്തിന്റെ ചേഞ്ച് ഡെൽറ്റ വി എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നതാ അല്ലെ? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഡെൽറ്റ എച്ചും ഡെൽറ്റ യു ഒക്കെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ ഡെൽറ്റ യു കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q plus W ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഡെൽറ്റ എച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. കണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഇത്രയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം ഞാൻ എടുക്കുന്നത് ഒരു സോളിഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതൊരു സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസാ ഞാൻ എടുക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തായിരിക്കും, നല്ല ക്ലോസ്ലി പാക്ഡ്. പാർട്ടിക്കിൾസ് കണ്ടമാനം അടുത്തടുത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഓൾറെഡി അവരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഏത് കേസില്? സോളിഡിന്റെയും ലിക്വിഡിന്റെയും കേസിൽ. ഇത് സോളിഡ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രഷർ കൊടുത്തു എന്ന് വിചാരിക്കാം. പ്രഷർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പാർട്ടിക്കിൾസ് ഓൾറെഡി അടുത്തടുത്തായിരിക്കുന്നത്. വീണ്ടും ഞാൻ പ്രഷർ കൊടുത്താലും അവിടെ ആ വോളിയത്തിന് ഒരുപാട് വ്യത്യാസം വരുമോ? അബ്സർവ്, വോളിയം കണ്ടമാനം കുറയാ. ഗ്യാസിൽ അത്രയും കുറഞ്ഞ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വന്നതുപോലെ സോളിഡിന്റെ കേസിൽ പോസിബിൾ ആണോ അല്ലയോ? അബ്സർവ്, പറയേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്നും കേൾക്കാൻ വരാ, കേട്ടൂടാ ഇങ്ങോട്ട്. അതീനെ പറഞ്ഞ മോളെ, സോളിഡ്സിന്റെ കേസിൽ ഈ വോളിയം ചേഞ്ച് അത്ര ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരുപാട് വോളിയം കുറയുമോ പ്രഷർ കൊടുത്തു എന്ന് കരുതി? ഇല്ല, ഒരുപാട് വോളിയം ഇല്ല. കാരണം എന്താ? കാരണം ഗ്യാസിന്റെ അത്ര ഇവിടെ ഇല്ല. ഗ്യാസിന്റെ അത്രയും ഉള്ള ഒരു സ്പേസ് ഒന്നും ഇവിടെ ഇല്ല. ഓൾറെഡി പാർട്ടിക്കിൾസ് എങ്ങനെ ഇരിക്കുന്നേ? അടുത്തടുത്ത് തന്നെ ഇരിക്കുന്നേ. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താലും ചെറിയ ഒരു വോളിയം കുറവ് മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ചെറിയ ഒരു വോളിയം ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം പാർട്ടിക്കിൾസ് ഓൾറെഡി അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്.
അപ്പൊ അവിടെ ഉണ്ടാകുന്ന വോളിയത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, വോളിയത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത്രയും ഒരു സിഗ്നിഫിക്കന്റ് വോളിയം ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ വോളിയം. സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഇത്രയാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കോൺസ്റ്റന്റ് ഇൻ വോളിയം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം: ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷനെ വോളിയത്തിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഡെൽറ്റ യു എന്ന് പറയുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. സോ ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി എന്ന് വരും. വോളിയത്തിൽ വലിയ വ്യത്യാസം ഇല്ല. അപ്പൊ ചേഞ്ച് എടുക്കുമ്പോ 0 ആയി പോകൂലേ? വലിയ വ്യത്യാസമൊന്നും ഇല്ല, സിഗ്നിഫിക്കന്റ് ഒന്നും അല്ല. നമുക്ക് ഒട്ടും കണ്ണി പിടിക്കത്തില്ല എന്തോരം കുറവാ ഉണ്ടായെന്നുള്ളത്. അപ്പൊ ഇനീഷ്യലും ഫൈനലും എടുക്കുമ്പോഴത്തേക്കും അത് ക്യാൻസൽ ചെയ്ത് പോകും. അത് ഇൻറ്റു പി ചെയ്താൽ 0 ഇൻറ്റു പി ചെയ്താൽ എന്തായാലും 0 വരും. അപ്പൊ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ യു വരും. അപ്പൊ ഓർത്ത് വെച്ചോണം, ഫോർ സോളിഡ്സ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഓർ ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി. സോളിഡ്സിന്റെ കേസിൽ മാത്രമല്ല, ഫോർ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. അതേസമയം ഫോർ ഗ്യാസസ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അങ്ങനെ തന്നെയുണ്ട്: ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഓർ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി, അല്ലെങ്കിൽ ഡെൽറ്റ യു is equal to Q plus W or delta U is equal to QV. Okay. അപ്പം സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസിൽ വോളിയത്തിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തത് കൊണ്ട് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതേസമയം ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ വോളിയത്തിൽ അത്ര കണ്ട് വ്യത്യാസം വരും. അപ്പൊ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു സെയിം ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഗ്യാസ് ഒരു ഐഡിയൽ ഗ്യാസ് ആണ് എന്ന് വിചാരിക്കുക. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അവർ ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഹരിഗോവിന്ദ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV is equal to nRT. Yes, PV is equal to nRT. അതും ഇതും തമ്മിലുള്ള റിലേഷനാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഇത് ഗേഷ്യസ് ആയിട്ടുള്ള ഒരു റിയാക്ടന്റ് ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. നമ്മുടെ കയ്യിൽ റിയാക്ടന്റ് ഉണ്ട്, അവർ റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആകും. റിയാക്ടന്റ് എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, പ്രൊഡക്റ്റുകളെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ് VA എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് റിയാക്ടന്റ്. Total volume of the reactants, and VB is that of volume of products. Okay, then Na is number of moles of reactants and Nb is the number of moles of products. Constant pressure, constant temperature. Pressure and temperature constant ആണ്. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. PVA is equal to NART. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും PV is equal to nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇത് ആദ്യ റിയാക്ടന്റിന് നമുക്ക് ഇങ്ങനെ എഴുതാം PVA is equal to NART. പ്രൊഡക്റ്റിന്റെ ഇങ്ങനെ എഴുതാം PVB is equal to NBRT.
ഓക്കെ, ഇനി ഇവര് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു എന്ന് വിചാരിക്കും. ഒരു ഐഡിയൽ ഗ്യാസ് നമ്മൾ പറഞ്ഞു. ഐഡിയൽ ബിഹേവിയർ ആണെങ്കിൽ PVB മൈനസ്, അതായത് നമുക്ക് ചേഞ്ച് അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്ടന്റ് കുറയ്ക്കണം, എന്നാലേ ചേഞ്ച് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. PVB മൈനസ് PVA is equal to NBRT മൈനസ് NART. ഓക്കെ, പി കോമൺ ആയതുകൊണ്ട് വെളിയിലോട്ട് എടുത്തു. പി ഓഫ് VB മൈനസ് VA is equal to RT കോമൺ ആ, RT ഇൻറ്റു NB മൈനസ് NA ഓർ P. ഇതെന്താ? ചേഞ്ച് ഇൻ വോളിയം, പ്രൊഡക്റ്റിന്റെ വോളിയം മൈനസ് റിയാക്ടന്റിന്റെ വോളിയം. സോ ചേഞ്ച് ഇൻ വോളിയം ആയതുകൊണ്ട് ഡെൽറ്റ ബി. ദെൻ RT ഇൻറ്റു NB മൈനസ് NA എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്, ഡെൽറ്റ N. ഗ്യാസുകൾ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഡെൽറ്റ NG. ഓക്കെ, ഇനി ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ് ഗ്യാസിന്റെ കേസിൽ. P ഡെൽറ്റ വിക്ക് പകരം ഇത് കൊടുത്താൽ ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NG ഇൻറ്റു RT എന്ന് കിട്ടും. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NG RT. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NG RT. ഓക്കെ, പിടി കിട്ടിയോ? ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയട്ടെ. ഇതിന്റെ ഒപ്പം തന്നെ എഴുതിക്കോളൂ. നമുക്ക് ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പാരറ്റസുകളുണ്ട്. അത് എങ്ങനെയാ മെഷർമെന്റ് എന്നൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് നോക്കി ഓർത്തു വെച്ചാൽ മതി. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുന്ന അപ്പാരറ്റസ് നമ്മൾ പറയുന്ന പേര് കലോറി മീറ്റർ എന്നാ പറയുന്നത്. ഡെൽറ്റ യു കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ ബോംബ് കലോറി മീറ്റർ എന്ന് വിളിക്കുകയാണ്. ബോംബ് കലോറി മീറ്റർ. ഡെൽറ്റ എച്ചിനെ കണ്ടുപിടിക്കുന്നതിനെ കലോറി മീറ്റർ എന്നും ഡെൽറ്റ യു മെഷർ ചെയ്യുന്ന അപ്പാരറ്റസ് നമ്മൾ ബോംബ് കലോറി മീറ്റർ എന്നും പറയും. പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കലോറി മീറ്ററും മറ്റേതിന്റെ പേര് ചെറിയൊരു വ്യത്യാസം, ബോംബ് കലോറി മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റെൻസീവ് ആൻഡ്
ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഒരു കുഞ്ഞു കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആയിരുന്നു അത്? ഭീമ നവാസ്, ഏതൊക്കെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയണമെങ്കിൽ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? മാസം, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ പറയാം. പിന്നെ മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. എമൗണ്ട് ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാല്യൂസ് മാറ്ററിന്റെ സൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whose value depends on the quantity or size of matter present in the system. സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള പ്രസന്റ് ആയിട്ടിരിക്കുന്ന മാറ്റർ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. എക്സാമ്പിളുകൾ ഓർത്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, അല്ലെങ്കിൽ കുറെ പ്രോപ്പർട്ടീസ് തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും ക്ലാസിഫൈ ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, സോ എക്സാമ്പിൾ: മാസ്, വോളിയം. ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആയിട്ടിരിക്കുന്നു. യെസ്, തമന്നയാണ്. അല്ല, ശരിയായി. യെസ്, മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപി, പിന്നെ ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ എന്തായിരിക്കും ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. whose value is independent of the quantity or size of matter present in the system. എക്സാമ്പിൾ: ടെമ്പറേച്ചർ. മാറ്ററിന്റെ ബേസിലല്ല നമ്മൾ ടെമ്പറേച്ചർ പറയുന്നത്, സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ. പ്രഷർ, ഡെൻസിറ്റി, എക്സെട്ര. കിട്ടിയോ? ഓക്കെ. ദെൻ അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഹീറ്റ് കപ്പാസിറ്റി, ആ കാര്യങ്ങൾ നമുക്കില്ല. ഓക്കെ, അപ്പൊ വേഗം ഒരു കാര്യം ചെയ്തേ. എൻതാൽപി എന്ന് പറയുന്ന പാർട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. എൻതാൽപി എല്ലാവരും വായിക്കുക. എൻതാൽപി പേജ് നമ്പർ 167 എൻതാൽപി. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക. അതിനുശേഷം പ്രോബ്ലം 6.5 ചെയ്യുക, വായിച്ചു നോക്കിയതിന് ശേഷം.
വായിച്ചു നോക്കിയിട്ട് പ്രോബ്ലം 6.5 ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ആരും അങ്ങോട്ടും പോകണ്ട, നിങ്ങൾ അവിടെ നിന്ന് വായിച്ചാൽ മതി. യെസ്, ആരും വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകണ്ട. വെള്ളം കുടിക്കാൻ വേണമെങ്കിൽ പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് കഴിഞ്ഞ് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. യെസ്. വായിച്ചു കഴിഞ്ഞ എല്ലാവരും നീ ചെയ്തോ. പ്രോബ്ലം 6.5. യെസ്, ടീച്ചർ വായിക്കാം. നിങ്ങളെ ഡെറിവേഷൻ ഒന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻതാൽപ്പി എന്താണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, ഇക്വേഷൻ ഓർത്തു വെക്കുക, അത് മറന്നു പോകരുത്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റിനോട് ഈക്വൽ ആയിരിക്കും. പിന്നെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. എൻഡോതെർമിക് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, എക്സോതെർമിക് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി സോളിഡിന്റെയും ലിക്വിഡിന്റെയും കേസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും സെയിം ആണ്. വോളിയത്തിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. ഗ്യാസിന്റെ കേസിൽ മാത്രമേ ഇത് മെയിൻ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതുള്ളൂ. ഗ്യാസിന്റെ കേസ് വരുമ്പോൾ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആക്കി നമുക്ക് യൂസ് ചെയ്യാം പി ഡെൽറ്റ വിക്ക് പകരം. ഓക്കെ, ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഏത് സ്റ്റേറ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ഗ്യാസിനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അത് എപ്പോഴും ഓർത്തിരുന്നോണം. ഇപ്പൊ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നു വിചാരിക്കാം. ആ കെമിക്കൽ റിയാക്ഷന്റെ അകത്ത് സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് ആരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ?
ഗ്യാസിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വേറെ എക്സാമിന് ടീച്ചർ പറയാം, നോക്കിക്കോളൂ കേട്ടോ. ഞാൻ എഴുതുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. എ ഗ്യാസ് പ്ലസ് 3B ഗ്യാസ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 2C സോളിഡ് പ്ലസ് 4D ഗ്യാസ്. ഇങ്ങനെയാണ് ഞാൻ കെമിക്കൽ റിയാക്ഷൻ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഡെൽറ്റ എൻ ജി, എനിക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, ഡെൽറ്റ യുവിന്റെ വാല്യൂ ഒക്കെ അവർ തന്നിട്ടുണ്ട്. എനിക്ക് ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കണം. എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസസ് ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അറിയാൻ പാടില്ലാത്തവർ എഴുതി വെക്കണം. ഡെൽറ്റ എൻ ജി എങ്ങനെയാ കണ്ടുപിടിക്കണേന്ന്. ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് ആണ്. ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്നും ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റ് മൈനസ് ചെയ്യാം. ഇവിടെ ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എത്ര ഉണ്ട്? 4 മാത്രം. 4 മോള് ഡി ഉണ്ട്. ഇത് സോളിഡാ, അപ്പൊ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ 4 മൈനസ് 3 പ്ലസ് 1 4. 4 മൈനസ് 4 0. ഇവിടെ ഡെൽറ്റ എൻ ജി 0 ആയിരിക്കും. ഈ കേസിൽ അങ്ങനെ വന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറൊരു റിയാക്ഷൻ എഴുതാം. N2 gas plus 3H2 gas gives 2NH3 gas. ഇവിടുത്തെ ഡെൽറ്റ എൻ ജി ഒന്ന് കണ്ടുപിടിച്ചേ. Number of moles of gaseous products minus number of moles of gaseous reactants. എത്ര കിട്ടും? തമന്ന ഇത് നോക്കിയിട്ട് വേഗം പറഞ്ഞു. എത്ര ഗേഷ്യസ് പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ? നമ്പർ എത്രയുണ്ട്? എത്ര നമ്പർ ഉണ്ട്? 5 അല്ല 3 4. ഇതിന് 1 2 3 4 5 പറഞ്ഞു കൊടുക്കുക. പ്രോഡക്റ്റ് എവിടെയാ കിടക്കുന്നേ? ഇതിനകത്ത് റിയാക്ടന്റ് ആരാ, പ്രോഡക്റ്റ് ആരാ ആദ്യം പറഞ്ഞു? N2 gas plus 3H2 നൈട്രജനും ഹൈഡ്രജനും. പ്രൊഡക്റ്റ് ആരാ? NH3 യുടെ പേരെന്നാ? അമോണിയ. എത്ര അമോണിയ ഉണ്ട് അവിടെ? പ്രോഡക്റ്റ്. എത്ര ഗേഷ്യസ് പ്രോഡക്ട്സ് ഉണ്ട് അവിടെ? 2. സോ 2 മൈനസ് എത്ര ഗേഷ്യസ് റിയാക്ടൻസ് ഉണ്ട് അവിടെ തവന? 4. 4. സോ 2 മൈനസ് 4 മൈനസ് 2 ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ. ഇവിടെ ഡെൽറ്റ എൻ ജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഒരു കെമിക്കൽ റിയാക്ഷൻ കിട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് ചെയ്താൽ നമുക്ക് ഡെൽറ്റ എൻ ജി കിട്ടും. ഗ്യാസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗ്യാസിന്റെ കേസിൽ മാത്രമല്ലേ അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. സോളിഡിനും ലിക്വിഡിനും ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. കാരണം അവിടെ വോളിയത്തിന് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ സോളിഡും ലിക്വിഡും കൺസിഡർ ചെയ്യാറില്ല. യെസ്, അപ്പൊ ആ പ്രോബ്ലം ചെയ്തേ. പ്രോബ്ലം 6.5. എന്താൽപി അതിന്റെ ചേഞ്ച് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പ്രോബ്ലം 6.5 ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കാം. If water vapor is assumed to be a perfect gas, molar enthalpy change for the vaporization of 1 mole of water at 1 bar and 100 degrees Celsius 41 kilojoule per mole. Calculate the internal energy. ഡെൽറ്റ എച്ച് അവരവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചേക്കണ ഇന്റേണൽ എനർജി ഡെൽറ്റ യു കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. When 1 mole of water is vaporized at 1 bar pressure and 100 degrees Celsius. Liquid water ഗേഷ്യസ് വാട്ടറിലോട്ട് മാറുമ്പോൾ ഉള്ള ഡെൽറ്റ യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ജനറൽ ഇക്വേഷൻ ഏതാ ദേവിക? ഏത് ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കണ്ടേ? ദേവിക
പറഞ്ഞേ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇതിൽ നിന്നും ഡെൽറ്റ യു കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് നസ്രിൻ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നസ്രിൻ പറഞ്ഞേ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇതിൽ നിന്നും ഡെൽറ്റ യു എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എന്താ? നന്ദന ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി. റൈറ്റ് സൈഡിൽ കിടക്കണം ലെഫ്റ്റ് സൈഡിലോട്ട്, ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ സിമ്പിൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ലേ കുട്ടികളെ നിങ്ങൾക്ക്? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ കൊടുക്കണം, ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് അവരവിടെ പറഞ്ഞിട്ടുണ്ട്, ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഞാൻ തന്നിട്ടുണ്ട്, അപ്പൊ ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കാം. അൽവാനെ ഒന്ന് ഇന്നലെ എപ്പോഴാ കിടന്ന്? അൽവാൻ ഇന്നലെ എപ്പോഴാ ഉറങ്ങി? എന്നും താമസിച്ചുറങ്ങാറ്. എത്ര മണിയാകുമ്പോ? 1 മണിയൊക്കെ ആകുമ്പോ. എല്ലാ ദിവസവും? എന്തിനാ അത്ര നേരം നടന്നുകൊണ്ടിരിക്കും? പണ്ട് മുതലേ എങ്ങനെയാ? പണ്ട് മുതലേ 1 മണിക്കാണ് നടന്നിറങ്ങണേ? അതെന്താ? അതെന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? എന്റെ അടുത്തോണ്ടിരിക്കുവോ പഠിച്ചോണ്ടിരിക്കുവോ? പിന്നെ സീരീസ് എന്തെങ്കിലും കാണാം. എങ്ങനെയാണെന്ന്? സീരീസ് കണ്ടോണ്ടിരിക്കുക, എന്നിട്ട് രാവിലെ സ്കൂളിൽ പോയിരുന്നിട്ട് ഉറങ്ങുമോ? അപ്പൊ നീ എപ്പോ ഉറങ്ങും? 1 മണിക്ക് ഉറങ്ങും. 1 മണിക്ക് ഉറങ്ങിട്ട് 5 മണിയാകുമ്പോ എഴുന്നേൽക്കും? 5:30 ആകുമ്പോ. എല്ലാ ദിവസവും കാണാൻ അതിന്റെ സീരീസ് മിച്ചമുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കൊറേയൊക്കെ നല്ലതാണ് കേട്ടോ അത് കാണുന്നത്. നന്നായിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും നിങ്ങളെ, ഇല്ലേ? നിങ്ങൾ ഇപ്പത്തെ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ. ഇപ്പത്തെ പിള്ളേര് TV ഒക്കെ കാണുന്ന കുട്ടികളെ കുഞ്ഞു കുട്ടികളാന്നുള്ള കാര്യം. കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പൊ എപ്പോഴും, നമ്മളൊന്നും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ TV ഒന്നും അല്ലല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ വല്ല പറമ്പിലൊക്കെ പോയിരുന്ന് കളിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? നിങ്ങളൊക്കെ എങ്ങനെയില്ലായിരുന്നോ? അല്ലാണ്ട് നിങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് നിങ്ങൾ കൊച്ചു TV കണ്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്, അല്ലല്ലോ? ആണോ മക്കളെ? എനിക്കറിയത്തില്ല കേട്ടോ. അല്ലല്ലോ? അല്ല. ഓക്കെ. അപ്പം ഇപ്പത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകുന്നില്ല. അവർ ഏതു നേരം ഈ TV തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? കൂടുതൽ സമയം ഒരു TV അല്ലെങ്കിൽ മൊബൈലിലോ അല്ലേ കൂടുതൽ യൂസ് ചെയ്തേ. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ലാംഗ്വേജ് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേർ കാണില്ലേ, അവർക്ക് നിങ്ങളെക്കാളും നന്നായിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ അറിയത്തില്ലേ? ഇല്ലേ? ചില വേർഡ്സ് ഒക്കെ അവർ നന്നായിട്ട് പഠിക്കത്തില്ല. എങ്ങനെയാ അവർ ഇതൊക്കെ പഠിക്കുന്നേ? TV കണ്ടിട്ടല്ലേ പഠിക്കുന്നേ? TV അല്ലെങ്കിൽ മൊബൈല്. അപ്പൊ കുറെയൊക്കെ നല്ലത് കാണുന്നത് നല്ലതാ. നന്നായിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് പഠിക്കാം. അതൊക്കെ ഇനി ഇപ്പത്തെ കാലത്ത് ഇനി അത് ആവശ്യം. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയുക, എവിടെ പോയാലും പിടിച്ചു നിൽക്കാൻ പറ്റും. അതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് IELTS പഠിക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി. ഇപ്പത്തെ കാലത്തെ പിള്ളേർക്ക് ഇപ്പൊ പ്ലസ് ടു അല്ല, ഇനി വളർന്നു വരുന്ന പിള്ളേരൊക്കെ +2 കഴിഞ്ഞു. നിങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നന്നായിട്ട് ഇംഗ്ലീഷ്. +2 ഒക്കെ കഴിഞ്ഞ് IELTS എഴുതി പെട്ടെന്ന് തന്നെ പോകും.
ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലോ, പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഭയങ്കര താമസമല്ലേ എഴുതിയെടുക്കാൻ, താമസം. കാരണം അന്നത്തെ കാലത്ത് ഒന്നും പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുക, നന്നായിട്ട് ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചേച്ചിമാരുടെ 2 പിള്ളേരുണ്ട്. ചേച്ചി തന്നെ ഒരു കസിന്റെയാണ്. 2 ചെറുക്കന്മാരുണ്ട്. അവര് നന്നായിട്ട് ഹിന്ദി പറയും. 2 പേരും നന്നായിട്ട് ഹിന്ദി പറയും. ഒരാള് 2ാം ക്ലാസ്സിലും, അല്ല ഒരാള് 3ൽ എത്തിയാണ്. 3ാം ക്ലാസ്സിലും ഒരാളിപ്പം 1ാം ക്ലാസ്സിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. നന്നായിട്ട് ഹിന്ദി പറയുന്ന പറഞ്ഞാൽ നന്നായിട്ടല്ല, പച്ചവെള്ളം പോലെ ഹിന്ദി പറയും. എനിക്കറിയത്തില്ല കേട്ടോ ഹിന്ദി ഒന്നും. നന്നായിട്ട് ഹിന്ദി പറയും. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് എവിടുന്നാ പഠിച്ചേ? അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു ഗെയിം കളിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞു. ഗെയിം കളിച്ചാൽ ഹിന്ദി പഠിക്കാൻ പറ്റുമോ? എനിക്ക് പഠില്ല. വേറെ ആൾക്കാരുമായിട്ടാ ഗെയിം കളിക്കുന്നതെന്നൊക്കെയാ പറയുന്നത്. ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിലിരിക്കുമല്ലേ, വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ വേറെ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഗെയിം കളിക്കാം എന്ന് പറയുന്നു. അപ്പൊ എന്ത് വേണ്ടു, ഇവർ 2 പേരും കൂടെ വഴക്കൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവര് പിന്നെ ഹിന്ദിയിലെ വർത്താനം പറയുന്നു. അപ്പൊ അമ്മമാരെന്താ ചെയ്യുന്നത്? വഴക്കൂടി കഴിയുമ്പോ തല്ലാൻ വിളിച്ചോണ്ട് തല്ലാൻ വിളിച്ചോണ്ട് പോകല്ലേ, തല്ലാൻ വരുമല്ലോ. തല്ലാൻ വരുമ്പോ അവര് ഹിന്ദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. ചേച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹിന്ദിയിൽ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഹിന്ദി അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഹിന്ദി അറിയാവുന്നവര്, ഇംഗ്ലീഷ് അറിയാവുന്നവരെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നവര്. യെസ്, അലീഫ നന്നായിട്ട് സംസാരിക്കും, മരിയ നന്നായിട്ട് സംസാരിക്കും. നിങ്ങളൊക്കെ എവിടുന്നാ പഠിച്ച? മരിയ എങ്ങനെയാ പഠിച്ച? മരിയ സ്കൂളിലും പഠിച്ചു, പിന്നെ കുറെ പടങ്ങളൊക്കെ കണ്ട് സിനിമ കണ്ടു പഠിച്ചു. യെസ്, അങ്ങനെയൊക്കെ പഠിക്കുന്നത് നല്ലതാ. എന്റെ ചേച്ചിയുടെ കൊച്ച്, അവൾക്കൊരു ഇപ്പം ഒരു 4 വയസ്സാകുന്നതേ ഉള്ളൂ. അവള് കുഞ്ഞിലേ തൊട്ട് അവളൊരു ഒരു 1.5 വയസ്സായപ്പോ തൊട്ട് അവള് കാർട്ടൂൺ കാണുമായിരുന്നു. എപ്പോഴും കാർട്ടൂൺ കാണും. വീട്ടിലും എല്ലാവരും അതുകൊണ്ട് കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരുന്നത്. ഏതു നേരവും കാർട്ടൂൺ കാർട്ടൂൺ കാർട്ടൂൺ, എപ്പോഴും അതിന് കാർട്ടൂൺ മാത്രം മതി. അപ്പൊ അങ്ങനെ അത് കണ്ട് അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷും അറിയാം, അവൾക്ക് ഹിന്ദി അറിയാം. ചില സമയത്ത് അവൾ എന്ത് ചെയ്യും, ഹിന്ദി ഇംഗ്ലീഷൊക്കെ കണ്ട് മടുത്ത് കഴിയുമ്പോൾ അവൾ പോയിട്ടിരുന്ന് തമിഴ് കാണും. നിങ്ങൾ ജോണി ജോണി എസ് പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അറിയാവോ? നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? ജോണി ജോണി എസ് പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ? ആ പാട്ട് ഞാൻ ശരിക്കും പഠിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ മലയാളം മീഡിയത്തിലെ പഠിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അവള് ഈ കാർട്ടൂൺ കണ്ട് ജോണി ജോണി എസ് പപ്പ, അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ വേണമെങ്കിൽ 1 മാസം ഇരുന്ന് കണ്ടോളാൻ പറഞ്ഞാൽ കണ്ടോളൂ. അപ്പൊ എല്ലാ ദിവസവും ഇത് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പഠിക്കത്തില്ലേ? എന്റെ വീട്ടിൽ അപ്പച്ചനും ജോണി ജോണി പറയും, അമ്മയും പറയും, എല്ലാരും പറയും. എല്ലാവർക്കും ആ പാട്ട് ബൈക്കാട്ടാ. അത് മാത്രമല്ല കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ഹിന്ദി വെർഷനിലോട്ടായി. കാരണം ഈ ചാനലുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോ കാണാമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ തമിഴ് പറയാം, തമിഴിലും ഉണ്ട് ആ പാട്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴോട്ട് അറിയുന്നത്, എനിക്ക് അറിയത്തില്ലായിരുന്നില്ല. അതൊക്കെ പഠിച്ചു. ഇപ്പൊ നന്നായിട്ട് പറയും. ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്, ജോണി ജോണിയുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറെ പാട്ടൊക്കെ. ഇങ്ങനെയാ പഠിക്കുന്നേ. നിങ്ങൾക്ക് അതുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ അൽബാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആട്ടോ. സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി പഠിക്കും, നന്നായിട്ട് പഠിക്കും. നിങ്ങൾ ഈ മണ്ണുമാന്തി യന്ത്രത്തിന് എന്തെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? മണ്ണുമാന്തിക്ക് എന്തെന്നാ പറയുന്നത്? മണ്ണ് മാന്തുന്ന സാധനമില്ലേ, അതിന് എന്നാന്നാ പറയുന്നത്? എന്നാന്നാ പർസീന പറയുന്നത്? എന്തെന്നാ അതിന്റെ ശരിക്കും പേര്? ശരിക്കും പേരറിയില്ല. JCB എന്നല്ലേ പറയുന്നത്? ഞാനും JCB എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മണ്ണുമാന്തി എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ അവള് ചിറ്റേനെ വിളിക്കുന്നത്, എന്റെ ചേച്ചിയുടെ മോളാണല്ലോ, ചിറ്റ എനിക്ക് എക്സ്കവേറ്റർ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് അവളെ തന്നെ പറഞ്ഞത് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അങ്ങനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് നീ എന്നാ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മണ്ണ് മാന്തുന്ന ഒരു ആ വണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ചിറ്റ എനിക്ക് ആ സാധനം വാങ്ങിച്ചു തരുമെന്നാ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി നോക്കി ഇത് എന്ത് സാധനം. അവള് പറയുന്നത് എനിക്ക് അന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ നെറ്റിൽ പോയി നോക്കി എന്ത് സാധനമായിരുന്നു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് JCBക്ക് എക്സ്കവേറ്റർ എന്നാ പറയുന്നതെന്ന്. എനിക്കറിയത്തില്ലായിരുന്നു ഇത് എന്നതാന്ന്. നിങ്ങൾക്ക് അറിയായിരുന്നോ? നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് ഈ സാധനത്തിന് എക്സ്കവേറ്റർ എന്നാ പറയുന്നത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയക്ക് അത്ര ഇമ്പാക്ട് ഉണ്ട് ഈ പിള്ളേരുടെ ഇടയിൽ. അവൾക്ക് അതുകൊണ്ട് അതറിയാൻ നന്നായിട്ട്. അതുപോലെ പല സാധനങ്ങൾക്കും എന്തിലാ പറയുന്നത്, ഇംഗ്ലീഷും മലയാളം കൂടെ ക്ലബ് ചെയ്തിട്ടാ പറയുന്നത്. എവിടെ പോയതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്റെ അടുത്ത് പറയും, ഐ ആം ഗോയിങ് ടു കട എന്ന് പറയും. കടയ്ക്ക് ഷോപ്പ് എന്നാ പറയുന്നതെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഐ ആം ഗോയിങ് എന്ന് പറയും. കണ്ടല്ല, നന്നായിട്ട് എന്താ പറയാ, ഗ്രാമർ പോലും തെറ്റണ്ടാ പറയുന്നത്. അത് ഗ്രാമർ ഒന്നും ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, ഇങ്ങനെ കണ്ടു പഠിക്കുന്നതാ.
അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാണുന്നത് കൊണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഉറക്കമൊന്നും കളഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. അത് വേറൊരു കാര്യം. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ലാംഗ്വേജ് എപ്പോഴും ഈ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പുസ്തകങ്ങൾ വായിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ എന്നാ ചെയ്യുന്നത്? കൂടുതൽ എന്താ ചെയ്യുന്നത്? ഈ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത്. ഞാനൊക്കെ ചെറുതിലെ കൂടുതൽ വായിച്ചുകൊണ്ടിരുന്ന മലയാളം പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് മലയാളം അറിയാം. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ കൂടുതലും മലയാളം പുസ്തകത്തിനേക്കാളും കൂടുതൽ വായിക്കുന്നത് എന്താ? ഇംഗ്ലീഷാ. അതുകൊണ്ട് നന്നായിട്ട് അറിയാം. അത് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ പഠിച്ചോളൂ. സ്കൂളിൽ പോയിട്ട് എന്തായാലും അത് പഠിക്കത്തില്ല, പറയാൻ പഠിക്കത്തില്ല, അത് ഉറപ്പാണ്. കാരണം സ്കൂളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ നിർബന്ധത്താൽ നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ് പറയുന്നതായിരിക്കാം അല്ലെ. ചില സ്കൂളുകൾ ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഫൈൻ അടയ്ക്കുന്ന സ്കൂളുകളൊക്കെ കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ. അത് എപ്പോഴും ആവശ്യമുള്ളതാണ്. 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോയി പഠിക്കും. അപ്പൊ ഇപ്പോഴേ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാം, അപ്പൊ പുറത്തു പോയി പഠിക്കാം. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യും. പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? പുറത്തൊക്കെ പോയി സെറ്റിൽ ആവണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കാനഡ, UK, എല്ലാം അങ്ങോട്ടൊക്കെയാണല്ലോ പോകുന്നത്. ഞാൻ താല്പര്യമുള്ളവര് എത്ര പേരുണ്ട്? നല്ലതാണ് കേട്ടോ, നല്ല കാര്യമാണ് പോകുന്നത്. പക്ഷെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, നല്ല മാർക്കും വേണം. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണം. യെസ്, വേഗം അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞു. H2O ലിക്വിഡ്, H2O ഗ്യാസ് ആയി, ദെൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യെസ്, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്ര ഇർഷാൻ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നേ? ക്വസ്റ്റിന്റെ അകത്ത് തന്നിട്ടുണ്ടല്ലോ എൻതാൽപ്പിയുടെ വാല്യൂ. ഇർഷാൻ 1 മോൾ. 1 മോൾ ആണോ? അത് നമ്പർ ഓഫ് മോൾസ് അല്ലേ? എൻതാൽപ്പി ചേഞ്ച് എത്രയാ കൊടുത്തിരിക്കുന്നത്? മോളാർ എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി വേപ്പറൈസേഷൻ ഓഫ് 1 mole of water at 1 bar and 100 degrees Celsius is എത്രയാ കൊടുത്തിരിക്കണേ? 81 കിലോജൂൾ. 81 കിലോജൂൾ. നമ്മളിവിടെ ജൂളിൽ വേണം കൺവേർട്ട് ചെയ്യാൻ, കാരണം ജൂളാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സോ 41 കിലോ ജൂള് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം കൺവേർട്ട് ചെയ്താൽ മതി. നമുക്കിതിപ്പോ ജൂളിൽ തന്നെ എഴുതാവുന്ന. ഓക്കെ, 41 കിലോ ജൂൾ പെർ മോൾ ആണ്. മൈനസ് ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത മക്കളെ. ഇവിടെ ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. ഇവിടെ H2O ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് 1. റിയാക്ടന്റ് ഒന്നുമില്ല, അത് ലിക്വിഡാ, അപ്പൊ അത് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ 1 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314 ജൂൾ പെർ മോൾ ആണ്. അതിനെ കിലോ ജൂളോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഇൻറ്റു ടെമ്പറേച്ചർ 373 കെൽവിൻ ടെമ്പറേച്ചർ. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 373 കെൽവിൻ ടെമ്പറേച്ചർ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 41 കിലോ ജൂൾ പെർ മോൾ മൈനസ് 1 ഇൻറ്റു ജൂളിനെ കിലോ ജൂളിലോട്ട് ആക്കുന്നത് എങ്ങനെയാ? ഹൗ ടു കൺവേർട്ട് ജൂൾ ടു കിലോ ജൂൾ? മരിയ, ജൂളിനെ കിലോ ജൂൾ ആക്കുന്നത് into 10 ആണോ? ഇൻറ്റു 10 to the power of 3. ചുമ്മാ അപ്പൊ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യത്തില്ലേ? മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ ചെയ്യണം? ജൂൾ ടു കിലോ ജൂൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 1000. സോ 8.314 ആറിന്റെ വാല്യൂ 8.314 ആണ് ജൂളിലുള്ള വാല്യൂ. സോ 8.314 ജൂളിനെ കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻറ്റു 10 to the power of -3. അപ്പൊ കിലോ ജൂൾ ആകും. ഇൻറ്റു 373 കെൽവിൻ. യെസ്, ഇത് സോൾവ് ചെയ്തിട്ട് ആൻസർ എന്ന് പറഞ്ഞു വേഗം പറയും.
എത്ര കിട്ടി? ഇതിന്റെ ഉത്തരം തെറ്റാന്ന് തോന്നുന്നു. ഇതെല്ലാം തെറ്റാണ്. ഓരോ തവണ പുസ്തകം ചേഞ്ച് ചെയ്യുമ്പോഴും മുഴുവൻ പൊട്ടത്തിട്ടായി കൊണ്ടിരിക്കുന്നു. യെസ്, നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടിയ പ്ലാൻ? 373 into 8.314 31 0 1 minus 41,000. ഓക്കെ, 37 പോയിന്റ് ആണ് കിട്ടിയത് ആൻസർ ആണോ? യെസ്, കിട്ടിയ എല്ലാവർക്കും ഉത്തരം? ഓക്കെ, അപ്പം നാളത്തെ ക്ലാസ്സിൽ വരുമ്പോ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഉള്ളത് പഠിച്ചിട്ട് വരിക. പേജ് നമ്പർ 170 വരെയുള്ളത് എടുത്തിട്ടുണ്ട്. പ്രോബ്ലം 6.6 നോക്കിയിട്ട് വരിക കേട്ടോ. പേജ് നമ്പർ 170 6.4 മുമ്പ് വരെ എടുത്തിട്ടുണ്ട്. അതുവരെ നന്നായിട്ട് വായിച്ചിട്ട് വരിക. പ്രോബ്ലം 6.6 വേണ്ട, 6.6 നോക്കണ്ട, അത് വേണ്ട. യെസ്, അപ്പൊ അതുവരെയുള്ളത് നോക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ ആൻഡ് once again happy new year. Thank you. Thank you, teacher. Thank you, teacher.